2024 എന്ന ഈ ഒരു വർഷത്തിലെ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയെടുത്തിട്ടുള്ള 10 മലയാള നടന്മാർ ആരൊക്കെ എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ലിസ്റ്റിൽ 10ാമതായിട്ട് വരുന്നത് ബിജു മേനോനാണ്. തുണ്ട്, തലവൻ, നടന്ന സംഭവം, കഥ ഇന്നേ വരെ എന്നീ ചിത്രങ്ങളാണ് 2024 റിലീസിനെത്തിയ ഏറ്റവും പുതിയ ബിജു മേനോൻ ചിത്രങ്ങൾ എന്നത്. 2024 എന്ന വർഷം ബിജു മേനോന് ഒരു മികച്ച വർഷം തന്നെയായിരുന്നു. 9ാമത്തെ സ്ഥാനത്തുള്ളത് നമ്മുടെ സ്വന്തം സുരാജ് വെഞ്ഞാറമൂടാണ്. നടന്ന സംഭവം, മുറ, തെക്ക് വടക്ക് ഇതൊക്കെയാണ് 2024 എന്ന വർഷത്തിൽ റിലീസിനെത്തിയ സുരാജേട്ടന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ എന്നത്. അഡിയോസ് അമിഗോ, എക്സ്ട്രാ ഡീസന്റ്, പടക്കളം എന്നിങ്ങനെയാണ് വരാനിരിക്കുന്ന സുരാജേട്ടന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ എന്നത്. ഇനി 8ാമത്തെ സ്ഥാനത്തുള്ളത് നിവിൻ പോളിയാണ്. വർഷങ്ങൾക്കു ശേഷം മലയാളം ഫ്രം ഇന്ത്യ എന്നീ 2 ചിത്രങ്ങളാണ് 2024 എന്ന വർഷത്തിൽ റിലീസിനെത്തിയ നിവിൻ പോളി ചിത്രങ്ങൾ എന്നത്. ഫാർമ, താരം, ആക്ഷൻ ഹീറോ ബിജു, സെക്കൻഡ് പാർട്ട്, രാജാവ്, കൈരളി ഇതൊക്കെയാണ് വരാനിരിക്കുന്ന നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ എന്നത്. 7ാമതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ആസിഫ് അലിയാണ്. കിഷ്കിണ്ട കാണ്ഡം, തലവൻ എന്നീ 2 ചിത്രങ്ങളാണ് 2024 റിലീസിനെത്തിയ ഏറ്റവും പുതിയ ആസിഫ് അലി ചിത്രങ്ങൾ എന്നത്. രേഖാചിത്രം, ലെവൽ ക്രോസ് എന്നീ 2 സിനിമകളാണ് വരാനിരിക്കുന്ന ആസിഫ് അലി ചിത്രങ്ങൾ എന്നത്. 2024 എന്ന വർഷം ആസിഫ് അലിക്ക് മികച്ച ഒരു വർഷം തന്നെയായിരുന്നു. നമ്മുടെ ലിസ്റ്റിൽ 6ാമത്തെ സ്ഥാനത്തുള്ളത് ഫഹദ് ഫാസിലാണ്. 2024 എന്ന വർഷം ഫഹദ് ഫാസിലിന് ഒരു മികച്ച വർഷം തന്നെയായിരുന്നു. പുഷ്പ 2, ബോഗൻ വില്ല, ആവേശം, അതുപോലെ തന്നെ വേട്ടയാൻ എന്ന തമിഴ് ചിത്രം എന്നിങ്ങനെ 4 ചിത്രങ്ങളാണ് 2024 എന്ന വർഷത്തിൽ റിലീസിനെത്തിയ ഫഹദ് ഫാസിലിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ എന്നത്. ഇതിലൂടെ എല്ലാമായിട്ട് വലിയ രീതിയിൽ തന്നെ മലയാളത്തിലും തമിഴിലും ഒരുപോലെ ജനപ്രീതി നേടിയെടുത്ത ഒരാളാണ് ഫഹദ് ഫാസിൽ എന്നത്. ഇനി നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായിട്ട് 5ാമതായിട്ട് വരുന്നത് ടൊവിനോ തോമസ് ആണ്. 2024 എന്ന വർഷത്തിൽ റിലീസിനെത്തിയ ടൊവിനോയുടെ ചിത്രങ്ങൾ എന്നത് നടികാർ, ARM, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നീ 3 ചിത്രങ്ങളാണ്. ഇതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ARM എന്ന ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് 107 കോടി രൂപക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു. 2024 എന്ന വർഷം എല്ലാവരെയും പോലെ തന്നെ ടൊവിനോ തോമസിനും മികച്ചൊരു വർഷം തന്നെയായിരുന്നു. ഐഡന്റിറ്റി, എമ്പുരാൻ എന്നീ 2 ചിത്രങ്ങളാണ് വരാനിരിക്കുന്ന ടൊവിനോ തോമസിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ എന്നത്. 4ാമതായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ളത് പൃഥ്വിരാജ് സുകുമാരനാണ്. ആടുജീവിതം, സലാർ, ഗുരുവായൂർ അമ്പല നടിയിൽ, ഇതുകൂടാതെ ബാഡ് മിയാൻ, ചോട്ട് മിയാൻ എന്നീ ബോളിവുഡ് ചിത്രവും 2024 എന്ന വർഷത്തിൽ റിലീസിനെത്തിയ രാജുവേട്ടന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ്. സലാർ 2, എമ്പുരാൻ എന്നീ 2 ചിത്രങ്ങളാണ് വരാനിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന പൃഥ്വിരാജ് സുകുമാരന്റെ പുതിയ ചിത്രങ്ങൾ എന്നത്. 3ാമത്തെ സ്ഥാനത്തുള്ളത് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാനാണ്. എല്ലാവരെയും പോലെ തന്നെ 2024 എന്ന വർഷം ദുൽഖർ സൽമാന് വളരെയേറെ ജനപ്രീതി നേടിയെടുത്ത ഒരു വർഷം തന്നെയായിരുന്നു. 2024 എന്ന വർഷത്തിൽ ദുൽഖർ സൽമാന്റെ റിലീസിനെത്തിയ ഒരൊറ്റ സിനിമയാണ് ലക്കി ഭാസ്കർ എന്നത്. വേൾഡ് വൈഡ് ആയിട്ട് 115 കോടി രൂപക്ക് മുകളിലായിട്ട് കളക്ഷൻ നേടിയ ഒരു വലിയ വിജയം തന്നെ നേടിയെടുത്ത ഒരു സിനിമയായിരുന്നു, ഒരു ചിത്രമായിരുന്നു ലക്കി ഭാസ്കർ എന്നത്. ഇനി 2ാമതായിട്ടുള്ളത് നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ്. 2024 എന്ന വർഷം മമ്മൂട്ടിക്ക് വളരെയേറെ മികച്ചൊരു വർഷം തന്നെയായിരുന്നു. ടർബോ, ബ്രഹ്മയുഗം, ഓസ്ലർ, അതുകൂടാതെ യാത്ര 2 എന്നീ തമിഴ് ചിത്രവും അടക്കം 4 ചിത്രങ്ങളാണ് 2024 റിലീസിനെത്തിയ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ എന്നത്. ടർബോ, ബ്രഹ്മയുഗം എന്നീ 2 സിനിമകളിലായിട്ട് വലിയൊരു ജനപ്രീതി തന്നെ മമ്മൂക്ക 2024 എന്ന വർഷത്തിൽ നേടിയെടുത്തി. ഇനി നമ്മുടെ ലിസ്റ്റിൽ 1ാമതായിട്ടുള്ളത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. മലൈക്കോട്ടെ വാലിബൻ എന്ന ബ്രഹ്മാണ്ഡ ചിത്രമാണ് 2024 റിലീസിനെത്തിയ ലാലേട്ടന്റെ ഏറ്റവും പുതിയ ചിത്രം എന്നത്. ബറോസ്, എമ്പുരാൻ എന്നീ 2 ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ലാലേട്ടന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ എന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിവിടെ പറഞ്ഞത് പല പത്രങ്ങളും പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞ വരാനിരിക്കുന്ന ഏത് സിനിമയാണ്, ആരുടെ ചിത്രമാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല ഒരുപാടധികം വീഡിയോകളുമായിട്ട് കാണാം. താങ്ക് യു.